പിന്നെ അടുത്ത ആഴ്ച മുതൽ അവന് വീട് പണി തുടങ്ങാൻ പോവുക. അത് കാരണം അവന് വീട്ടിന്റെ വാടക കൊടുക്കാനൊന്നും പറ്റില്ല. അവന് ഒരുപാട് ചെലവുണ്ടാകും. പിന്നെ ഈ മാസം തുടങ്ങിയിട്ട് വീട്ടിന്റെ വാടക നീ കൊടുക്കണം. ഇവളും കൂടി ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അയ്യോ, ഇത്രയും വലിയ വീട്ടിൽ വാടക കൊടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലമ്മേ. ഏട്ടന്റെ പേർക്ക് ഒരു 5 സെന്റ് സ്ഥലം വയലില്ലേ, അത് ഭൂമി തരം മാറ്റാനുള്ള പേപ്പറൊക്കെ ഞാൻ വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ശരിയാവും. പിന്നെ എന്റെ ഒരു 10-12 പവൻ സ്വർണ്ണമുണ്ട്. അതെടുത്ത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് അവിടെ കുറച്ച് മണ്ണടിച്ച് തറകെട്ടി ഷെഡ് കെട്ടാൻ ഒരു പരിപാടി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വാടക കൊടുക്കണ്ടല്ലോ. പിന്നീട് എപ്പോഴെങ്കിലും കുറച്ച് ലോൺ എടുത്ത് അവിടെ ഒരു ചെറിയ വീട് വെക്കാം. ഓ, നീ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നീ ആള് കൊള്ളാലോ. ഏട്ടൻ എത്ര കൊല്ലമായി പണിക്ക് പോകാൻ തുടങ്ങിയിട്ട്? പറയുകയാണെങ്കിൽ 1000-1200 രൂപ കൂലിയുണ്ട്. പക്ഷെ 1 രൂപ കയ്യിലെടുക്കാനുമില്ല, സ്വന്തമായിട്ടൊരു വീടുമില്ല. അത് ഇതുപോലെ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാ. ഇനിയിപ്പോ പണ്ടത്തെ പോലെ ഒന്നും പറ്റില്ലല്ലോ അമ്മേ, ഒരു കുടുംബമൊക്കെ ആയതല്ലേ. ഓ, അപ്പൊ നീ വന്ന പാടെ ഞങ്ങളുടെ കുടുംബത്തിന് പിരിപ്പിക്കാൻ നോക്കുകയാണല്ലേ? ഞാൻ ആരെയും പിരിപ്പിക്കാൻ നോക്കിയൊന്നുമല്ല. അമ്മ തന്നെയല്ലേ പറഞ്ഞത് രാകേഷ് പുതിയ വീട് വെച്ച് മാറുകയെന്നുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ. നമ്മുടെ സ്വന്തം സ്ഥലത്ത് ചെറിയൊരു ഷെഡ് കെട്ടി താമസിച്ചാലും അതൊരു മനസ്സമാധാനം തന്നെ അമ്മേ. ആരെയും പേടിക്കണ്ടല്ലോ. എന്നൊരു കാര്യം ചെയ്, അമ്മയും കൂടി വാ ഞങ്ങളുടെ കൂടെ. നിങ്ങൾ കെട്ടുന്ന ഷെഡില് നിങ്ങൾ തന്നെ താമസിച്ചോ. ഒരു ഷെഡ് കെട്ടി താമസിക്കാൻ പോണത്രേ. എടോ, നീ അമ്മയോട് ഇങ്ങനെ കളിപ്പിച്ചെന്ന് പറയണ്ടായിരുന്നു കേട്ടോ. എന്റെ ഏട്ടാ, ഒരുപാട് പാവമായ എല്ലാവരും കൂടി നമ്മുടെ തലയിൽ കയറും. കുറച്ച് തൻ്റെയിടം ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും, വാങ്ങുന്നവൻ വാങ്ങിച്ചുകൊണ്ടും. പിന്നെ സ്വന്തം കാര്യം നോക്കാണ്ട് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവന്റെ അവസ്ഥ അവസാനം പെരുവഴിയായിരിക്കും. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്.